മക്കളുടെ മേലുള്ള അനവധിയായ രോഗകെടുതികളെ ബന്ധിക്കുന്നു ഈശോയെ, ബന്ധിക്കുന്നു ഈശോയെ. അങ്ങേ നാമത്തിൽ വചനം കൊണ്ട് ഈശോയെ ദാമ്പത്യ ബന്ധങ്ങളെ ശുദ്ധീകരിക്കുന്നുണ്ട് കർത്താവേ. കുടുംബങ്ങളെ, ദിക്കുകളെ, ദേശങ്ങളെ കർത്താവേ അനുഗ്രഹിക്കണം കർത്താവേ. കാലഘട്ടങ്ങളെ കർത്താവേ അനുഗ്രഹിക്കണം ഈശോയെ, അനുഗ്രഹിക്കണം ഈശോയെ. യേശുവേ അങ്ങ് നാമശക്തിയാൽ, അങ്ങ് നാമശക്തിയാൽ ഈശോയെ ദാനിയേൽ 2:8 കൊണ്ട് ഈശോയെ അങ്ങ് ദേശത്തെ കാലഘട്ടങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. അപ്പാ കരങ്ങളടിച്ച് എല്ലാ മക്കളും ആരാധിക്കട്ടെ. ശക്തിയോടെ ആരാധിച്ചേ, 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 ആരാധിച്ച് എല്ലാ മക്കളും ദർശിക്കട്ടെ കർത്താവേ. സർവ്വജീവജാലങ്ങളോടും ചേർന്ന് കൊണ്ട് പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരമുള്ളവനെ കർത്താവേ, പീഡകളാൽ, വേദനകളാൽ, രോഗങ്ങളാൽ അങ്ങേ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത മക്കളുടെ മേലും ഈ നിമിഷം കർത്താവേ, കടബാധ്യതകളാൽ വേദനിക്കുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവേ, ഇന്നേ തിരുസന്നിധിയിൽ നിരവധിയായ നിയോഗങ്ങൾ വിശ്വാസം മാത്രം കരങ്ങളിലേന്തിക്കൊണ്ട് അങ്ങേ ശക്തിയും അനുഗ്രഹവും കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക മക്കളുടെ മേൽ അബ്രഹാത്തിന്റെ വിശ്വാസത്തോടെ കർത്താവേ, മോശയെ അനുഗ്രഹിച്ച കർത്താവേ, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്ത കർത്താവേ, അവരുടെ വിശ്വാസത്തെ ജനത്തിന്റെ മോചനമാക്കിയ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസങ്ങൾ വഴി കുടുംബം തുടരണ കർത്താവേ, ജീവിതം തുടരണ കർത്താവേ, രോഗികളെ സ്പർശിക്കണ കർത്താവേ, കുടുംബ ജീവിതങ്ങളുടെ ബന്ധനങ്ങളുടെ കർത്താവേ, ഈ കാലഘട്ടങ്ങളുടെ മേലുള്ള കർത്താവേ, അനവ തടസ്സങ്ങളെ കർത്താവേ ബന്ധിക്കണമേ ഈശോയെ, അനുഗ്രഹിക്കണമേ ഈശോയെ, രക്ഷാകരമാക്കണമേ ഈശോയെ, കൃപകളും വരങ്ങളും ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ വചനത്തിൽ ശക്തിയാൽ ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ, ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ പകർന്നിടണേ, യേശുവേ പരിശുദ്ധാത്മാവേ സഹായിക്കുന്നു, സഹായിക്കുന്നു, സഹായിക്കുന്നു ഈശോയെ, ഹല്ലേലൂയ ഹല്ലേലൂയ, രോഗങ്ങളിലേക്ക് ഈശോയെ, രോഗങ്ങളിലേക്ക് ഈശോയെ, രോഗങ്ങളിലേക്ക് ഈശോയെ, പാപങ്ങളിലേക്ക് ഈശോയെ, ബന്ധനങ്ങളിലേക്ക് ഈശോയെ, അന്ധകാസക്തികളുടെ പ്രലോഭനങ്ങളിലേക്ക് ഈശോയെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആഗ്രഹിച്ച ഹല്ലേലൂയ ഹല്ലേലൂയ, ശക്തികളെ, ശക്തികളെ, യേശുവേ നാമശക്തിയാ, യേശുവേ, 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 ശ്വാസത്തിൽ പ്രാർത്ഥിക്കട്ടെ, യേശുവേ, യേശുവേ, സ്പർശിക്കണമേ, വീണ്ടും എല്ലാ മക്കളും അടങ്ങനടിച്ച ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, ദിവ്യകാരുണ്യമേ എന്നുമെന്നും ആരാധന. എല്ലാവർക്കും ശാന്തമാ കർത്താവിൻ്റെ മുമ്പിൽ. പ്രിയമുള്ളവരെ, സമുദ്രങ്ങൾ ഇരമ്പുന്ന ശക്തിയോടെ ആത്മാവ് ഇരമ്പി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന നിമിഷമാണല്ലോ ഇത്. വലിയ ആനന്ദം എല്ലാ ഹൃദയങ്ങളിലേക്കും കടന്നു വരുന്ന നിമിഷമാണ്. സങ്കീർത്തനം പഠിപ്പിക്കുന്നുണ്ട്, കർത്താവേ അങ്ങേ സന്നിധിയിലാണ് എൻ്റെ ആനന്ദം, അങ്ങയിൽ വസിക്കുന്നതാണ് എൻ്റെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയും. കർത്താവേ അങ്ങേ സന്നിധിയിലാണ് എൻ്റെ സന്തോഷം, എൻ്റെ ആനന്ദത്തിൻ്റെ പൂർണ്ണത അവിടുന്നിലാണ്. എല്ലാ മക്കളും ശാന്തമായിരിക്കട്ടെ. അനേക മക്കളോട് കർത്താവ് വ്യക്തിപരമായി സംസാരിച്ച ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ചലനം നൽകിയ ആരാധന മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നത്. എല്ലാ മക്കളും വലിയ സമർപ്പണത്തോടു കൂടെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കട്ടെ, ഈശോയുടെ മുമ്പിൽ. പ്രിയമുള്ളവരെ, ആരാധന എന്ന് പറയുന്നത്
എന്താണ് ആരാധന? അത് ഞാൻ കർത്താവുമായി സൃഷ്ടിച്ചെടുക്കുന്ന, ഞാൻ കർത്താവുമായിട്ട് ആഴപ്പെടുന്ന ഒരു ബന്ധത്തിൻ്റെ ഫിസിക്കൽ എക്സ്പ്രഷനാണ് ആരാധന. ഒരു ആത്മബന്ധത്തിൻ്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ്, ഒരു ഫിസിക്കൽ എക്സ്പ്രഷനാണ് ആരാധന എന്ന് പറയുന്നത്. ഒരു ആത്മബന്ധം കാണിക്കുന്ന, കർത്താവ് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വലിയ അടയാളം കുരിശിൽ കാണിച്ചതുപോലെ ആരാധന എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ആത്മാവിൽ സൂക്ഷിക്കുന്ന, കർത്താവിന് കൊടുക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ, അധരങ്ങളുടെ എക്സ്പ്രഷനാണ് ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ പറയുന്നുണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ, കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക. ഇവിടെ നമ്മൾ സങ്കീർത്തന വചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പീഡിതരെയും ശത്രുക്കളെയും ലജ്ജിപ്പിക്കുവാൻ വേണ്ടി അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഒരുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം, ഇസ്രായേലിന് ദൈവം കൊടുക്കുന്ന എല്ലാ കൽപ്പനകളുടെയും അവസാനത്തെ സന്ദേശം അത് അവിടുത്തെ ആരാധിക്കാനുള്ള എന്നുള്ളതാണ്, അവിടുത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രമാണങ്ങളും ദൈവത്തിലേക്ക് ഉയരേണ്ട പരമമായ ആരാധനയുടേതാണ്. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പാപം ചെയ്യില്ല എന്നാണ് അർത്ഥം. എല്ലാ കൽപ്പനകളും പാപം ചെയ്യരുതെന്ന് പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ ഞാൻ ആത്മാവിൽ സൃഷ്ടിച്ചെടുത്ത ഒരു ബന്ധത്തിൻ്റെ ഫിസിക്കലായ, ശാരീരികമായ, ഭൗതികമായ എക്സ്പ്രഷനായിരിക്കണം എൻ്റെ ആരാധന. ഞാൻ എൻ്റെ കർത്താവിനെ, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക, യേശുവിനെ കർത്താവും നാഥനുമായി ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ ദൈവശാസ്ത്രത്തെ പറയുന്നത് ലൈഫ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലുള്ള ജീവിതമാണ്. ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് ആത്മാവിൻ്റെ ചെയ്തികൾ ജീവിക്കാൻ വേണ്ടിയാണ്. ലൈഫ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലുള്ള ജീവിതം. ആത്മാവിലുള്ള ജീവിതം യേശുക്രിസ്തുവുമായി ഐക്യപ്പെടുന്ന ജീവിതമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ശരീരത്തെ ഒന്നിനും കൊള്ളില്ല, ആത്മാവിൽ അവിടുത്തെ ശക്തി നിങ്ങൾ തിരിച്ചറിയുക. യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ അടിമയെന്നോ വ്യത്യാസമില്ല, യേശുക്രിസ്തുവിൽ ഈ ജീവിതം കൊണ്ട് നമ്മൾ ഒന്നാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിൽ ദൈവജനം ഒന്നായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ രക്ഷകനായി ആരാധിക്കുമ്പോൾ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത് കൊണ്ടാണ് സകല ജനങ്ങളിലെയും, അല്ലേ, അത് മതമേതൊന്നും അറിയാതെ, യാതൊരു മതവ്യത്യാസമില്ലാതെ യേശുവിനെ ആരാധിക്കുമ്പോൾ അവൻ ആത്മാവിൽ കർത്താവ് സത്യമാണെന്ന് ഏറ്റു പറയുകയാണ്. ഈശോ പറഞ്ഞു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ദൈവാരാധന കാലങ്ങൾക്ക്, ദേശങ്ങൾക്ക്, ബന്ധങ്ങൾക്ക് അതീതമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ഐക്യത്തിലായിരുന്നു കൊണ്ട് ശരീരത്തിൻ്റെ ബലഹീനതകളെ അതിജീവിച്ചുകൊണ്ട് യേശുനാമത്തെ ആരാധിക്കുമ്പോൾ സമഗ്രമായ മോചനം കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് തരും. സമഗ്രമായ മോചനം. പത്രോസിനെ മോചിപ്പിച്ചതുപോലെ,
പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് ദൈവസ്തുതി ആലപിച്ച് ആരാധിച്ചപ്പോൾ അവനെ പരിപൂർണമായിട്ടും കർത്താവ് മോചിപ്പിച്ചതുപോലെ യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞപ്പോൾ അവന് സൗഖ്യം ലഭിച്ചു. ദൈവാരാധന അതൊരു ബന്ധത്തിൻ്റെ അവബോധമാണ്, ഒരു ബന്ധത്തെ തിരിച്ചറിയലാണ്, ഒരു ബന്ധത്തെ ആത്മാവിഷ്കാരം ചെയ്യലാണ്. അങ്ങനെ ആത്മാവിഷ്കാരം ചെയ്ത ബന്ധത്തെ ശരീരം കൊണ്ട് പ്രകടമാക്കുന്നു. 150-ാം സങ്കീർത്തനം കർത്താവ് പറയുകയാണ്, കൈകൾ ഉയർത്തി കിന്നരം മീട്ടി ഈ കാര്യങ്ങൾ കൊണ്ട് കർത്താവിനെ നിങ്ങൾ ആരാധിക്കുവിൻ. അവിടുന്ന് വലിയവനായ ദൈവമാണ്, ശക്തനായ ദൈവമാണ്, പ്രപഞ്ചനാഥനാണ്. കിന്നരം മീട്ടിയും കൈകൾ ഉയർത്തിയും ശിരസ്സുയർത്തിയും. വിശുദ്ധ വചനത്തിൽ പല ഭാഗങ്ങളിൽ ആരാധനയുടെ ചില ഭാവങ്ങളെ എടുത്തു പറയുന്ന ഒരുപാട് ഭാഗങ്ങൾ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുട്ടുമേൽ നിന്ന് ആരാധിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. സങ്കീർത്തനങ്ങൾ കരഘോഷങ്ങൾ ചെയ്ത് കർത്താവിനെ ആരാധിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകം നെടുവീർപ്പെട്ട കണ്ണീരൊഴുകി കർത്താവിനെ ഇതെല്ലാം ദൈവാരാധനയിലെ ഒരു ബന്ധത്തിൻ്റെ പ്രകടനമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളിൽ ആരാധന നിമിഷം, ഈ കാലഘട്ടങ്ങളിൽ കർത്താവുമായുള്ള ബന്ധത്തെ, കർത്താവുമായുള്ള ഇതൊരു വിരുന്നനുഭവമാണ്. പ്രിയമുള്ളവരെ, ആരാധന ഒരു വിരുന്നനുഭവമാണ്. ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദം നൽകുന്ന വിരുന്നാണ് അൾത്താരയിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരും സ്വർഗീയ സൈന്യങ്ങളും വിശുദ്ധ കൂട്ടായ്മയും സ്വർഗത്തിൽ കർത്താവിനെ ആരാധിക്കുന്നത് പോലെ അങ്ങനെ ഒരു വിരുന്നിൻ്റെ മുന്നാസ്വാദനമാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ സഹോദരങ്ങളെ, ശരീരത്തിൻ്റെ കെട്ടുകൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ, ബലഹീനതകൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ആരാധനയിൽ എങ്ങനെ സൗഖ്യമാക്കപ്പെടുന്നോ അത് ആരാധനയിൽ സൗഖ്യമാക്കപ്പെടുന്നത് ജീവിക്കുന്ന ദൈവവുമായുള്ള എൻ്റെ പരിപൂർണ ലയനത്തിലൂടെയാണ്. ജീവിക്കുന്ന കർത്താവുമായിട്ട് ഞാൻ ആരാധനയിൽ ഒന്നായി തീരുമ്പോൾ എൻ്റെ പരിസരങ്ങൾ, എൻ്റെ പ്രദേശങ്ങൾ, എൻ്റെ നിലപാടുകൾ, എൻ്റെ മാനസിക വ്യാപാരങ്ങൾ, എൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ബന്ധങ്ങൾ ഒന്നും പരിഗണിക്കാതെ നീ ഉയർത്തി വിടണം നിൻ്റെ വിശ്വാസത്തെ എൻ്റെ ജീവിക്കുന്ന കർത്താവുമായിട്ടൊന്ന് ചേരുവാനായിട്ടാണ്. 73-ാം സങ്കീർത്തനം പറയുന്നു, ആകയാൽ കർത്താവെ എൻ്റെ ആത്മാവ് അങ്ങയെ അന്വേഷിക്കുന്നു. അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ആനന്ദവും സന്തോഷവും പരിപൂർണമായ മോചനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞാനങ്ങയെ അന്വേഷിക്കുന്നു, യുഗങ്ങളായി ഞാനങ്ങയെ അന്വേഷിക്കുന്നു. അങ്ങയെ അന്വേഷിക്കുമ്പോൾ അങ്ങയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ആനന്ദം. അങ്ങയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ആരാധനയിൽ നമ്മുടെ നിലപാടുകൾ മാറണം, നമ്മുടെ വികാരങ്ങൾ മാറണം, നമ്മുടെ മാനസിക നിലപാടുകൾ മാറണം, നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറണം. ഞാനും എൻ്റെ കർത്താവുമായുള്ള ഒരു ബന്ധം, ഒരു ആന്തരികതയുടെ ആയിരിക്കൽ. ആരാധന എപ്പോഴും ആന്തരികതയുടെ വിഷയമാണ്. ആരാധന വിശ്വാസം വഴി ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ്. ആരാധന എന്ന് പറഞ്ഞാൽ വിശ്വാസം വഴി ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ് ആരാധന. അങ്ങനെ ആത്മാവ് നിറയും, ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ശാരീരികമായ അടയാളങ്ങളിലൂടെ, ഫിസിക്കൽ എക്സ്പ്രഷനായിട്ട് നമ്മളായിരിക്കുന്ന അവസ്ഥകളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഒരുപാട് ആരാധന നിമിഷങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ നാം കൊണ്ടു നടക്കുന്ന ചില മനോഭാവങ്ങൾക്ക് നമുക്ക് മാറ്റമുണ്ടാവുന്നത് ആരാധന മണിക്കൂറിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇത്തരത്തിൽ തടസ്സങ്ങളിലൊക്കെ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നത് ആരാധന മണിക്കൂറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്,
ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു മനോഹരമായ 17-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഈശോയുടെ വചനങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. ആകയാൽ ഞാനും നിങ്ങളും ഒന്നായിരിക്കുന്നത് പോലെ. എൻ്റെ പ്രിയ, ഇത് വളരെ മനോഹരമായൊരു ബന്ധമാണ്, അപ്പോസ്തലിക അടയാളത്തിൻ്റെ ബന്ധം. ഈശോ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പിതാവിനോട്. എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഞാനും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ഈ നിങ്ങളും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാനായിട്ടാണ്. ഈശോയുടെ പ്രാർത്ഥനയാണത്. ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ഈശോയുടെ ആഗ്രഹം നമുക്ക് ഏറ്റവും അധികം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ ആരാധന. വിശുദ്ധ കുർബാന എന്ന കൂദാശയിലെ സജീവത, ആരാധനയിലെ സജീവത. അവിടെ നമ്മുടെ സംശയങ്ങളില്ലാണ്ടാകുന്നു, നമ്മുടെ തെറ്റായ നിഗമനങ്ങൾ അവിടെ ഇല്ലാണ്ടാകുകയാണ്. ദൈവവചനത്തെ നിങ്ങൾ പരിപൂർണമായി പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വികലമായ വികാരങ്ങൾ, ചിന്തകൾ, വചനത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ, സഭയെക്കുറിച്ച് തെറ്റായ ചിന്തകൾ, വിശ്വാസത്തെക്കുറിച്ച് തെറ്റായ ചിന്തകൾ കർത്താവ് നിങ്ങൾക്ക് പരിപൂർണമായി നിങ്ങളെ സുഖപ്പെടുത്തും ആരാധനയിലൂടെ. അപ്രകാരം ആരാധിക്കുവാനായിട്ട്, അപ്രകാരം ആ ബന്ധത്തെ പ്രകടമാക്കുവാനായിട്ട് നമ്മുടെ ആരാധന മണിക്കൂറുകൾ നമുക്ക് സാധിക്കണം. ദിവികാരുടെ സന്നിധിയിലാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിലാണ് എത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമ്മോട് കാണിച്ചത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. നമ്മൾ അങ്ങനെയാണ് താനും. നാം ദൈവമക്കളെന്നാണ് വിളിക്കപ്പെടുന്നത്. നമ്മൾ അങ്ങനെയാണ്. കർത്താവിൻ്റെ മുന്നിലായിരിക്കുമ്പോൾ ഈ ഒരു രക്ഷിക്കപ്പെട്ട അനുഭവം, ഈ ഒരു സ്വന്തമാക്കപ്പെട്ട അനുഭവം, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ ഈ ഭൂമിയുടെ ഭാഗമല്ല, ഞാൻ കടന്നു പോകേണ്ടവനാണ്, ഞാൻ അവിടത്തേക്ക് സ്വന്തമാകേണ്ടവനാണ്. അതാ ഒരു വിരുന്നിൻ്റെ മുന്നാസ്വാദനമുണ്ട്. അവിടെ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നിൻ്റെ മുന്നാസ്വാദനമുണ്ട്. കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾക്ക്, നമ്മുടെ തെറ്റായ ചിന്തകൾക്ക്, വികാരങ്ങൾക്ക് അവിടെ സ്ഥാനമല്ല. അതിനെല്ലാം ട്രാൻസെൻഡ് ദ വെരി പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദ വെരി പ്രസൻസ് ഓഫ് ദ ലോർഡ് ട്രാൻസെൻഡ്സ്. എൻ്റെ എല്ലാ കുറവുകളെയും അത് ഇല്ലാതാക്കുകയാണ്. മക്കളെ, നിങ്ങൾ വിശ്വസിക്കണം, കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ എല്ലാ കുറവുകളെയും ഇല്ലാതാക്കുകയാണ്, എൻ്റെ ബലഹീനതകളെ. കാരണം കർത്താവിൻ്റെ വചനം പറഞ്ഞില്ലേ, എന്താണ്? നിങ്ങൾ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, നിങ്ങൾ മരിച്ചു. എന്നാൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ, ഈ അപ്പം സ്വീകരിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല. കാരണം ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ഈ സാന്നിധ്യമാണ്. ദ ബ്രെഡ് ഐ വിൽ ഗീവ് ഫോർ ദ ലൈഫ് ഓഫ് ദ വേൾഡ് ഈസ് മൈ ഫ്ലഷ്. ഞാൻ എൻ്റെ ശരീരമാണ്, ഈ സാന്നിധ്യമാണ് ഞാൻ നൽകുന്നത്. അപ്പോൾ ഇവിടെ ആരാധന സാന്നിധ്യം, കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കും സാന്നിധ്യം തന്നെ. ആ അവസ്ഥ തന്നെ നമ്മളെ മാറ്റുന്നുവെന്ന് മക്കൾ വിശ്വസിക്കണം. കൃപയാണെന്ന്, സൗഖ്യമാണെന്ന് ഇവിടെ ഈ സജീവ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് തിരിച്ച നിരാശയുമായിട്ട് കടന്നു പോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. ഒരു കുഞ്ഞിനെ പോലും കർത്താവിനും ഉറങ്ങുകയാണെങ്കിൽ പോലും വചനം പറയുകയാണ്, അവളും തള്ളിക്കളയുകയില്ല. മകളെ, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. അങ്ങനെ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ സ്വയം ശൂന്യനായി എല്ലാം പരിത്യജിച്ച് ഇതാ നിന്റെ മാംസത്തിൻ്റെയും ബലഹീനതയുടെയും ഇല്ലായ്മയുടെയും നൊമ്പരങ്ങളുടെയും ഭാഗമായി മാറി തിരുവൽത്താരയിൽ ഓർമ്മയായി എങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പ്രിയ മക്കളെ, അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തെ, ആരാധനയുടെ മണിക്കൂറുകളെ, നിൻ്റെ അസ്തിത്വങ്ങളെ ചലിപ്പിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. നിൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യമാണ്. നിൻ്റെ ബലഹീനതകളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യമാണ്. അച്ഛൻ പറഞ്ഞത് ഇതാണ്, ആരാധന ഒരു ബന്ധത്തിൻ്റെ പ്രകടനമാണ്. ഒരു ആഴപ്പെട്ട ബന്ധത്തിൻ്റെ ആഴമായ പ്രകടനമാണ് ആരാധന. അത് നമ്മളെപ്പോഴും ഓർക്കണം കർത്താവിൻ്റെ. അതുകൊണ്ടാണ് കർത്താവിനെ നമുക്ക് സ്നേഹത്തോടെ ഈശോയെ നമുക്ക്
എനിക്ക് മതിയായവനാണ് അവിടെ നിന്ന്, അല്ലേ? സങ്കീർത്തനം പറയുന്നു, കർത്താവ് എനിക്ക് എന്നും മതിയായ. അങ്ങനെ ഒരു അനുഭവം നമുക്ക് കർത്താവിനെ ആരാധന കർത്താവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. എനിക്ക് എല്ലാത്തിനും മതിയായവനാണ് കർത്താവ്. ഞാൻ ഇത്രയേറെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, ഇത്രയേറെ കുറവുകൾ എനിക്കുണ്ടെങ്കിലും, എനിക്കൊരു ഉത്തരമുണ്ടല്ലോ, എനിക്ക് മതിയായവനായ കർത്താവുണ്ട്. എനിക്ക് യോജിച്ചവനായ, എനിക്ക് ഉത്തരം നൽകുവാനായിട്ട്, ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഉത്തരം എനിക്കുണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മൾ സങ്കടപ്പെടുന്ന പ്രിയം? അങ്ങനെ ആരാധനയുടെ സാന്നിധ്യത്തെ, ആരാധനയുടെ നിമിഷങ്ങളെ ഈ ഒരു ആത്മാവിലേക്കുള്ള, അല്ലേ? സങ്കീർത്തന പുസ്തകം 4:7 പറയുകയാണ്, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ എനിക്കില്ലാതിരുന്ന ആനന്ദമാണ് കർത്താവേ അങ്ങേ സന്നിധിയിൽ എനിക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം പറയുകയാണ്, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇല്ലാത്തതായ ആനന്ദമാണ് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ആഴമുള്ള സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. എത്രയോ കാര്യങ്ങളുണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ആരാധന അർപ്പിക്കുവാനായിട്ട്. പ്രിയ സഹോദരങ്ങളെ, നോക്കിക്കേ, ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളും, കാരണം ഈശോ പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു ഈശോ. അങ്ങനെ കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മുടെ വേദനകൾ പോലും കർത്താവിൻ്റെ ബ്ലെസ്സിങ് ആണ്, കർത്താവിൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ വേദനകളിൽ പോലും ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ, അങ്ങനെ പദ്ധതിയുള്ള ഒരപ്പൻ, അങ്ങനെ പദ്ധതിയുള്ള ഒരമ്മ തൻ്റെ മകനെ, തൻ്റെ മകളെ തള്ളിക്കളഞ്ഞിട്ട് പോകുമോ? പ്രിയ സഹോദരങ്ങളെ, അവൻ വേദനിക്കും, അവൻ സങ്കടപ്പെടും. പക്ഷേ അവൻ്റെ പിതാവിൻ്റെ കരം, അവൻ്റെ അമ്മയുടെ കരം അവൻ്റെ മേലുണ്ട്. ഇതുപോലെയാണ് കർത്താവ് നിന്നെ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന വേദനകളാണെങ്കിൽ പോലും ഒരേ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ആരാധിക്കാനുള്ള പദ്ധതിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബനാഥനെ, രോഗിയായ അപ്പനെ അമ്മയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ആരാധനയായിട്ട് കർത്താവിന് കൊടുക്കാൻ യേശു ആഗ്രഹിക്കുകയാണ്. കാരണം അത് പദ്ധതിയാണ്. നിൻ്റെ മകനെ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ ദാമ്പത്യത്തെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയാണത്. അതിന് ആരാധന അർപ്പിക്കുക. അങ്ങനെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ അനേകായിരം കോടാനുകോടി കാര്യങ്ങളുണ്ട്. ഇത്രയും പ്രായമായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വച്ചതും എൻ്റെ മനസ്സിലുള്ളതും ഇനി എനിക്ക് നൽകാൻ പോകുന്നതും ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളെ ഓർത്ത് എൻ്റെ കർത്താവിന് എനിക്ക് ആരാധന അർപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഈശോയ്ക്ക് ആരാധന അർപ്പിക്കുവാനായിട്ട് നമുക്ക് തിരുസന്നിധിയിൽ ഈ ഒരു സമർപ്പണത്തോടെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. ഈ ഒരു ബന്ധത്തെ നമുക്ക് അനുഭവിച്ചുകൊണ്ട്, ആ ഒരു ബന്ധം സൗഖ്യമാണ് പ്രിയമുള്ളവരെ. അങ്ങനെ കർത്താവുമായിട്ടുള്ളൊരു ബന്ധം സൗഖ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കർത്താവുമായുള്ള ഒരു യാത്ര നമുക്ക് അനുഗ്രഹത്തിൻ്റെ യാത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ ആരാധന മണിക്കൂറുകളിലൊക്കെ ഈ ഒരു സൗഖ്യ അനുഭവം നമുക്ക് ലഭിക്കുവാനായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഉയരോടെ വിളിച്ച് ആരാധിക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് അനുഭവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഈ നിമിഷം ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ, ഈശോയെ ഞങ്ങളെ സൗഖ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ കർത്താവേ, അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണേ കർത്താവേ. അവിടുത്തെ വിളിയുടെ ആഴം ഞങ്ങൾക്ക് മനസ്സിലാക്കി അങ്ങേ ആരാധിക്കുവാൻ, ഓരോ ആരാധനയിലും അവിടുത്തെ വിളിയെ ഞങ്ങൾ ഓർത്ത് മഹത്വപ്പെടുത്തുവാൻ ഈശോയെ, ഓരോ ആരാധനയിലും അങ്ങയുടെ പദ്ധതിയെ മഹത്വപ്പെടുത്തുവാൻ ഈശോയെ, ഓരോ ആരാധനയിലും ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങേക്ക്, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ആരാധന ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഈശോയെ. പ്രിയമുള്ളവരെ, ഈ നിമിഷം ഇതാ നിങ്ങൾ അനുഭവിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ ആരാധന പ്രാർത്ഥനയിലൂടെ കർത്താവ് നിരവധിയായ സൗഖ്യങ്ങളെ
നിരവധിയായ സൗഖ്യ മേഖലകളിലേക്ക് കർത്താവ് കടന്ന സമയമാണ് എല്ലാ മക്കളുടെയും ജീവിതത്തിൽ. രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. എനിക്കിത് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിത് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന കർത്താവേ, എനിക്ക് മാത്രം സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, അനേക നാളുകൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഈ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കർത്താവെ, അനേകം സംവത്സരങ്ങൾ എൻ്റെ ജീവിതത്തെ തൊടുന്ന കർത്താവിന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതാ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷമായി കർത്താവിനെ കാത്തിരുന്നവൻ്റെ വിശ്വാസത്തെ നമുക്ക് ധ്യാനിക്കാം. ഈ നിമിഷം കർത്താവേ, വെള്ളമിറങ്ങുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല. പല മക്കളുടെ അനുഭവം ഇതുപോലെയാണ്. അനുഗ്രഹത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുവാൻ ഈശോയെ, മകളെ, മകനെ, നിന്റെ വിശ്വാസമുണ്ട് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കുവാനായിട്ട്. ആ വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എഴുന്നേൽക്കാം. ശ്രുതികടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. യേശുനാമമെന്റെ യേശുവേ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളും നമ്മളിൽ തന്നെ ഉണ്ട്. അത് ബോധപൂർവം അതൊന്ന് പ്രവർത്തനക്ഷമമാക്കിയാൽ മതി. എന്തെങ്കിലും പറയാൻ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ ദിവസത്തെ കുറേ സാക്ഷ്യങ്ങൾ, നമ്മൾ ഉടമ്പടിയിൽ കുറേ നേർച്ച വസ്തുക്കളുണ്ടല്ലേ? അതെല്ലാം ഇങ്ങനെ ആ നേർച്ച വസ്തുക്കളെല്ലാം നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ നേർച്ച വസ്തുക്കളെ ഇവരെന്നാ ചെയ്തതെന്ന് നോക്കണം. ഓരോ നേർച്ച വസ്തുക്കളും ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഒരു തെങ്ങും പറമ്പ്, അവിടെ ഒരു വീട് വെച്ച് താമസിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നാട്ടിൽ ഇടിവെട്ടുമെങ്കിൽ അവിടെ ഇടിവെട്ടു, നാട്ടിലെവിടെയെങ്കിലും ഇടിവെട്ടുമെങ്കിൽ ആ പറമ്പിൽ ഇടിവെട്ടും. ഇപ്പോൾ മരം കത്തിപ്പോയി, തെങ്ങിൻ്റെ അണ്ടം പോയി. അപ്പോൾ അവർക്ക് പേടിയായി അവിടെ ജീവിക്കാൻ. പേടി. അത് ചിലയിടത്ത് കാന്തികമായിട്ടുള്ള ചില എന്തോ ഒരു ആകർഷണമുണ്ടെന്ന് തോന്നണം. അതുകൊണ്ട് ഇടി വെട്ടണ പാട്ടിൽ പിന്നെയും വെട്ടിക്കൊണ്ടിരിക്കും. ഇവരത് ഒരു പ്രത്യേക പറമ്പായത്. അപ്പോൾ ഇവർക്കിനി ഇടി സമയത്ത് രാത്രി വീടിന് കൊള്ളുമെന്നുള്ളത് പേടിയായി. അപ്പോൾ ഈ മഴ വരുവാൻ പോകുമ്പോൾ കാർമേഘം ഉരുണ്ട് കൂടുമ്പോഴൊക്കെ ഇവരുടെ മനസ്സിങ്ങനെ പിടക്കും. അവരെന്ത് ചെയ്യുന്നറിയാമോ? ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കുന്നതാണ്, യൂട്യൂബിലുണ്ട്. അവർ ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടിയിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയ ഉപ്പ് എടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഈ പറമ്പിൻ്റെ 4 അതിരുകളിൽ തളിക്കും. എന്നിട്ട് എന്താ പറയണത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇടിമിന്നലിനെ ബന്ധിക്കുന്നു എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്.
എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇടിമിന്നലിനെ ബന്ധിക്കുന്ന. ഹല്ലേലൂയ. യേശുവേ യേശുവേ എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരുന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരുന്നു. നിന്റെ കരുണ തേടുന്നു വൈകലേ എന്റെ പൂജക. ഇതുപോലെ തന്നെയാണ് ഉടമ്പടി തൈലം വരണത്. അതുപോലെ തന്നെയാണ് ഉടമ്പടി കാശുരൂപവും. ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ആശീർവദിച്ച് നൽകുമ്പോൾ ആശീർവാദത്തിൻ്റെ ഒരു ഫോർമുലയുണ്ട്. അതുവഴിയാണ് പ്രഖ്യാപിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ശക്തിയുടെ ഉപകരണമായതിനെ മാറ്റണത്. ശരിക്കും ഇപ്പോൾ ഒരു സാക്ഷ്യം എന്താ, ഒരു മോള് പരീക്ഷ എഴുതാൻ പറ്റാതെ ഇങ്ങനെ ഒടിഞ്ഞ് പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്ന് ഭക്ഷണം കഴിക്കുക. 8 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. 8 ദിവസമായിട്ട് ഭക്ഷണം, ആ യൂട്യൂബിൽ ആ സാക്ഷ്യം നോക്കണം. 8 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ആളിങ്ങനെ തളർന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ പൾസ് പോകും. എഴുന്നേക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല. അപ്പം അമ്മ എന്താ ചെയ്തത്? ഉടമ്പടി തൈലമെടുത്ത് വയറ്റിൽ വിശ്വാസപ്രമാണം ചൊല്ലി തേക്കാം. ഇവിടെ കുരിശെ കൊണ്ടുവന്ന് ആളെ വെച്ച് പ്രാർത്ഥിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ആ കുഞ്ഞ് അന്ന് ബീഫ് കറി കൂട്ടി ഭക്ഷണം കഴിച്ചെന്നാണ് അമ്മച്ചി ആ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതായത് ഒരു ഭക്ഷണം ഇറങ്ങാത്ത ആൾ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ചേഞ്ച് ആകണത്. കൃപാസനത്തെ കൊണ്ടുപോരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പൻ ചോദിച്ചത് എന്താണെന്ന്, നീ അവളെ കൊല്ലാൻ കൊണ്ടുപോകണമെന്നാണ് ചോദിച്ചത്. ഇങ്ങനെ ഇരിക്കണ അവസ്ഥയിൽ ഇതെവിടെ കൊണ്ടുപോയിട്ട് എന്ത് കാണിക്കാനാണെന്ന്. അത്രയും മനസ്സ് അപ്പൻ്റെത് ഇടിഞ്ഞു പോയി. അപ്പൻ്റെ മനസ്സത്രേ ഇടിഞ്ഞു പോയി. അപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സ് ഇടിവായിരിക്കും എന്തെങ്കിലും കാണുമ്പോഴേ. അപ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന, അപ്പോൾ ഈ അമ്മ പറയില്ല അമ്മയുടെ അടുത്തല്ലേ പോണത്, മറുപടി എന്താ? അപ്പോൾ അപ്പനെന്ത് കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പൻ ചോദിക്കണത് എന്താ, നീ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് ചോദിക്കും. ഇപ്പം തന്നെ ഒടിഞ്ഞ് മടങ്ങിയിരിക്കണ കൊച്ച്, ഭക്ഷണം കഴിക്കണ, വെള്ളം കുടിക്കണില്ല. അപ്പോഴാ അമ്മയുടെ ഉത്തരം എന്താ? ഇല്ല, ഞാൻ അമ്മയുടെ അടുത്താ പോണതെന്ന് പറയും. കൃപാസനത്തിലേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ധ്യാനകേന്ദ്രത്തിലേക്കല്ല വരുന്നത്, അതൊരു സ്ഥാപനത്തിലേക്കല്ല വരുന്നത്. നമ്മൾ വരണത് നമ്മളെ ഈശോ ഏൽപ്പിച്ച അമ്മയുടെ അടുത്തേക്കാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, സ്തുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ, എന്നുള്ളിയമ്മ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ അവിടെ വിശ്വാസം പ്രഖ്യാപിച്ചത് ആരാണ്? കുഞ്ഞിൻ്റെ അപ്പനാ, കുഞ്ഞിൻ്റെ അമ്മയെ? അമ്മ. അപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് കൊച്ച് സൗഖ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. കൊച്ചിൻ്റെ അമ്മയത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയത് ആ വിശ്വാസം പ്രഖ്യാപിക്കുന്ന സമയത്ത് കുഞ്ഞ് സുഖപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇവിടുന്ന് പോയതിന് ശേഷമാണ് കുഞ്ഞ് സുഖപ്പെട്ടതും രാത്രി ഭക്ഷണം 8 ദിവസത്തിന് ശേഷം രാത്രി ഭക്ഷണം കഴിച്ചതും പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ പോയതും. ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ അമ്മ എങ്ങനെയാണ് പിന്നെ അത് വിശ്വസിച്ചത്? കാണാതെ വിശ്വസിച്ചു, അല്ലേ? അമ്മ എങ്ങനെയാണ് വിശ്വസിച്ചത്? അപ്പനോട് പറഞ്ഞത് എന്താണ്? ഇല്ല, ഞാൻ അമ്മയുടെ അടുത്തേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോകണതെന്ന് പറഞ്ഞു.
അപ്പോൾ സൗഖ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോഴും കുഞ്ഞിങ്ങനെ അവശപ്പെടുത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ കുഞ്ഞിന് വരാൻ പോകുന്ന സൗഖ്യത്തെ അമ്മ കാണാതെ വിശ്വസിച്ചു. ഇതുപോലെ നിങ്ങളും കിട്ടാൻ പോകുന്ന ജോലി, കിട്ടാൻ പോകുന്ന സൗഖ്യം, മാറാൻ പോകുന്ന കടങ്ങളെ കാണാതെ വിശ്വസിക്കും. എന്ന് പറഞ്ഞ് കിട്ടാൻ പോകുന്ന ജോലി, നടക്കാൻ പോകുന്ന സൗഖ്യം, ലഭിക്കാൻ പോകുന്ന സമാധാനം, മാറാൻ പോകുന്ന കടങ്ങളെ യേശുനാമത്തിൽ ഞാൻ കാണാതെ വിശ്വസിക്കുന്നു. നീ കാണാതെ വിശ്വസിക്കുന്നു, നീ കാണാതെ വിശ്വസിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടയാളങ്ങൾ കൊണ്ട് വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ഈശോ ആരോടാ പറഞ്ഞത്? വിശുദ്ധ തോമാശ്ലീഹായോട് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 21:27. യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 21:27. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ അങ്ങ് ഇടപെട്ടുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് സൗഖ്യവും സമാശ്വാസവും നൽകാൻ പോകുന്നത് ഞാൻ കാണാതെ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് തോമാശ്ലീഹ പറഞ്ഞ മറുപടി എന്താണ്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ്റെ സുവിശേഷം 11:28. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വാക്കാണത്. എന്താ വാക്കിൻ്റെ പ്രത്യേകത? എത്രയോ വർഷം കഴിഞ്ഞാത്ത എൻ്റെ പൗലോസ് പറഞ്ഞത് രക്ഷ പ്രാപിക്കുന്ന ഫോർമുല തോമാശ്ലീഹയ്ക്ക് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് തോമാശ്ലീഹ ഇത് പറയണത്. ഏതാണ്ട് AD 29 പറയണത്. പൗലോസ് അപ്പോസ്തലൻ ഇത് റോമാലേഖനം എഴുതുന്നത് 55. ദാറ്റ് മീൻസ് 30-25 വർഷം കഴിഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയാണ്. എന്ന് പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. ഇപ്പം തോമാശ്ലീഹയാണ് ആദ്യം രക്ഷ പ്രാപിച്ച ആൾ. അങ്ങനെയാണെങ്കിൽ അല്ലേ? ശരിയല്ലേ? എന്താ കാര്യം? യേശു കർത്താവാണെന്ന് എൻ്റെ കർത്താവെന്ന് വിളിക്കുമ്പോഴേ അതെന്താണ്? അക്ഷരം കൊണ്ടാണ് ഏറ്റു പറയണത് അല്ലേ? ദൈവം അവനെ മരിച്ചവളെന്ന് ഉയർപ്പിച്ചെന്ന് പറയുമ്പോഴാണ് കർത്താവ് ദൈവമാകണത്. എൻ്റെ ദൈവമേ എന്ന് വിളിക്കണത് എന്താണ്? ഹൃദയം കൊണ്ടാണ് വിളിക്കണത് അല്ലേ? അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ 21:28 എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. റോമ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് രക്ഷ പ്രാപിക്കണമെങ്കിൽ. രക്ഷ എന്ന് പറയുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടിരിക്കുന്നു അല്ലേ? അതായത് പറഞ്ഞത് ശമയോൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞതാണ്. ലൂക്കാ 2:30. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ
കണ്ണുകൊണ്ട് സമയം കണ്ടത്, കൈകൊണ്ട് ആദ്യം തൊട്ടത് തോമാശ്ലീഹയാണ്. കൈ അടിച്ച് കർത്താൻ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധ തോമായെ പോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ, ശിവയോൻ പക്ഷാപരത്തോടെ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കാൻ, വിശ്വസിക്കാൻ ആത്മാവിനെ നൽകണമേ, പരിശുദ്ധാത്മാവിനെ നൽകണമേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, കരങ്ങൾ നീട്ടി. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇനി അതിനും അപ്പുറത്ത് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുകയും വിശ്വാസത്തിൻ്റെ കൈകൊണ്ട് തൊടുകയും ചെയ്തുകൊണ്ട് രക്ഷ ആദ്യം പ്രാപിച്ചത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. എന്തിനാ ഈ അമ്മയൊക്കെ എങ്ങനെ പറയാമെന്നറിയാവോ? അവരൊക്കെ ഈ ലോകത്ത് സംഭാവന ചെയ്ത വിശ്വാസത്തിൻ്റെ വഴികളുണ്ട്. അതാണ് നമ്മൾ പഠിക്കണത്. ഇപ്പം അമ്മയോട് എന്താ പറഞ്ഞത്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചല്ലേ? നീ കാണുന്നില്ലല്ലോ, നീ കേൾക്കുന്നില്ലല്ലോ, നീ കൈകൊണ്ട് തൊടുന്നില്ലല്ലോ. ആ സമയത്ത് അമ്മ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എന്നുവെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നില്ല, കൈകൊണ്ട് തൊടുന്നില്ല, സ്പർശിക്കുന്നില്ല, ടാഞ്ചിബിൾ അല്ല, എനിക്ക് അനുഭവവേദ്യമല്ലല്ലോ എന്ന് പറയും. പദാർത്ഥമാത്രമായിട്ട് വിശ്വാസത്തിൻ്റെ ഈ ഫലങ്ങൾ എൻ്റെ കണ്ണുമുമ്പിൽ തൊടാനോ കൈകൊണ്ട് തൊടാനോ കണ്ണുകൊണ്ട് കാണാനോ പറ്റണില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവം എന്താ പറയണത്? നിനക്ക് കണ്ണുകൊണ്ട് തൊടാം, കണ്ണുകൊണ്ട് കാണാം, കൈകൊണ്ട് തൊടാം. അങ്ങനെ കണ്ണുകൊണ്ട് കാണാവുന്ന കൈകൊണ്ട് തൊടാവുന്ന ഒരു എക്സാമ്പിള് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിൻ്റെ ഇളയമ്മ ഇപ്പോൾ ഗർഭവതിയാണ്, നിനക്ക് പോയി കാണാം, വേണമെങ്കിൽ ഇളയമ്മ തൊടാമെന്ന് പറയും. നിനക്ക് കണ്ണുകൊണ്ട് വേണേൽ കാണാം. അത് അമ്മയോട് മാലാഖ പറയാണ്, ഞാൻ കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ, കൈകൊണ്ട് തൊടുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും, ഞാനെങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ പറയും, നിനക്ക് വേണേൽ കണ്ണുകൊണ്ട് കാണാം, നിനക്ക് കൈകൊണ്ട് തൊടാം. വന്ധി എന്നറിയപ്പെട്ടിരുന്ന അവൾക്കിത് 6-ാം മാസമാണെന്ന് പറയും. അപ്പോഴമ്മ പറയും, എനിക്ക് കണ്ണുകൊണ്ട് കാണണ്ട, കൈകൊണ്ട് തൊടണ്ട, കാണാതെ ഞാൻ വിശ്വസിക്കും. അപ്പാ, ഞാൻ തൊടാതെ വിശ്വസിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം എൻ്റെ മക്കളിത് മനസ്സിൽ സൂക്ഷിക്കണം. കാര്യം അമ്മ വിശ്വസിച്ചാണ് ഇതെല്ലാം നേടിയത്. അമ്മയുടെ പാരമ്പര്യമാണ് തോമാശ്ലീഹയ്ക്കുള്ളത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് അധരം കൊണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞു. ഹൃദയത്തിൽ ഈശോ ദൈവമാണെന്ന് വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു. രണ്ടുപേരും രക്ഷയാണ് പ്രാപിച്ചത്. അമ്മ ഉദരത്തിലും ഹൃദയത്തിലും യേശുവിനെ പ്രാപിച്ചു. തോമാശ്ലീഹ ആത്മാവിലെ യേശുവിനെ പ്രാപിച്ചു. യേശുവിനെ പ്രാപിക്കുന്ന രീതികളാണ്. നമ്മൾ അടയാളങ്ങളിലൂടെ ഇപ്പോഴും ജീവിതത്തിൽ ദൈവത്തെ പ്രാപിക്കാൻ പോവുകയാണ്. ഉദര രോഗികളെല്ലാവരും അവരുടെ കൈകളിൽ ഉദരത്തിൽ കൈകൾ വെക്കുക. ഈ ശുശ്രൂഷ എന്തെല്ലാം ഇവിടെയെല്ലാം പ്രക്ഷേപണം ചെയ്യുന്നുവോ അവിടെയെല്ലാം കേൾക്കുന്നവർ ആ സമയത്ത് ഉദരത്തിൽ കൈവെക്കേണ്ടതാണ്. ഉദര രോഗികൾ, ഉദരത്തിൽ സിസ്റ്റുള്ളവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ,
കിഡ്നിയിൽ കല്ലുള്ളവർ അവിടെ കൈവെക്കട്ടെ. കുടലിൽ കുരുക്കളുള്ളവർ, അൾസർ രോഗികൾ അവിടെ കൈവെക്കട്ടെ. പിസ്റ്റുല രോഗികൾ അവിടെ കൈവെക്കട്ടെ. PCOD രോഗികൾ അവിടെ കൈവെക്കട്ടെ. ശ്വാസകോശ രോഗികൾ, ശ്വാസകോശങ്ങളിലെ പതിരയിൽ കൈവെക്കട്ടെ, നെഞ്ചത്ത് കൈവെക്കട്ടെ. തൈറോയിഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ തൊണ്ടയിലെ കൈകൾ വെക്കട്ടെ. യേശുനാമത്തിൽ പറയുക, യേശുനാമത്തിൽ എൻ്റെ കൈകളെ രോഗാവസ്ഥകളിലേക്ക് ഞാൻ വയ്ക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, സകല മാലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ഇപ്പോഴെനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിലെ, യേശുവിൻ്റെ നാമത്തിലെ മാരക രോഗങ്ങള്, തീരാവേദികള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇല്ല, നിങ്ങൾ ബന്ധുക്കളോ അമ്മയോ സഹോദരങ്ങളോ ആണെങ്കിൽ അവരുടെ പേരിൽ, ആ രോഗികളുടെ പേരിൽ നിങ്ങൾ കൈവച്ചാൽ മതി. കൈവെക്കുമ്പോൾ ഓർക്കണം, യേശുനാമത്തിൽ ഞാൻ ഈ കൈവെക്കണമെന്ന് ഓർക്കണം. പറഞ്ഞേ, ഞാൻ മനസ്സുദ്ദേശിക്കുന്ന രോഗികളുടെ സൗഖ്യത്തിനായി യേശുനാമത്തിൽ ഈ കൈകളെ വെക്കുന്നു. ഇപ്പോൾ തലവേദന ഉള്ളവർക്കും അവിടെ കൈവെക്കാം. തലയിൽ രക്തോട്ടമില്ലാത്തവർക്കും ഉറക്കക്കുറവുള്ളവർക്കും അവിടെ കൈവെക്കാം. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്കും അവിടെ കൈവെക്കാം. ചെവിക്ക് കേൾവിക്കുറവുള്ളവർക്ക് കൈവെക്കാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഭാഷാപരത്തോടെ കർത്താവേ, അങ്ങയുടെ മക്കള് രോഗസ്ഥലങ്ങളില് നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാന ആശംസിക്കണമെന്ന് അരുളിച്ചത് കർത്താവേ. അങ്ങയുടെ മക്കളുടെ കുടുംബത്തിന് രോഗങ്ങൾ കാരണം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന കർത്താവേ, അവിടെ ഉള്ളവർ കർത്താവെ സമാധാനം പ്രാപിക്കാൻ നിന്റെ നാമത്തില് മാറിയ രോഗങ്ങള്, തീരവേദികള് മാറിപ്പോയേ സമാധാനം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സൗഖ്യപ്പെടുന്നതിനെ ചേർന്ന് പാടാം. പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. വാദരോഗികള്, സന്ധിബന്ധങ്ങൾ കൈവെക്കുക. മാംസപേശികളില് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആമാശയം ഈശോ സന്ദേശത്തിൽ കാണിച്ചു തരുന്നുണ്ട്. പെരുവയറുണ്ടാകുക, ആമാശയം ചുമ്മാ ഇങ്ങനെ വികസിച്ച് വരുന്ന ചില രോഗങ്ങളുണ്ട്. പെരുവയറ് നമ്മുടെ കൺട്രോളിലല്ലാതെ കുടലും ആമാശയുമൊക്കെ അതിൻ്റെ സ്വാഭാവികമായ കഴിവുകളും ചുരുങ്ങലും വികാസവും ഒക്കെ നശിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വീർത്ത് തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എനിക്ക് ആ രോഗത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ആമാശയം വികസിച്ച് വരുന്ന കാരണമാണ്, ഇത് കാണുന്ന കാരണമാണ് ഇപ്പോഴിങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം. പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, ഉദരരോഗികളെ സ്പർശിക്കണമേ, ഉദരരോഗികളെ സ്പർശിക്കണമേ, കരൾ രോഗികളെ സ്പർശിക്കണമേ, കരൾ രോഗികളെ സ്പർശിക്കണമേ, പാങ്ക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ, ഷുഗർ രോഗികളെ സ്പർശിക്കണമേ, പ്രഷർ രോഗികളെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങള് സൗഖ്യപ്പെടുന്നതിനെ നന്ദി പറയുന്നു. കുറിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ സൗഖ്യത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, കരങ്ങളടിച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം
ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. എല്ലാവരും ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ശരീരം മുഴുവൻ ഇങ്ങനെ തിണർത്ത് കുരു വന്ന് പൊട്ടി ചലമായി ഒഴുകുന്ന ഒരു രോഗം, കുറേ നാളുകളായി ഇങ്ങനെ നിൽക്കുന്ന രോഗമാണ്. കർത്താവ് ഈ രോഗത്തിനെ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം മുഴുവൻ ഇങ്ങനെ വ്രണമായി കുരുവായി ഇരിക്കുന്ന രോഗങ്ങളൊക്കെ, അഴുകുന്ന രോഗങ്ങൾ, ഒലിക്കുന്ന രോഗങ്ങൾ, പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ. ശരീരം അഴുകുന്ന രോഗങ്ങൾ, തൊലി അഴുകുന്ന രോഗങ്ങൾ, ചൊറിയുന്ന രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, പഴുപ്പൊരുക്കുന്ന രോഗങ്ങൾ, വെള്ളം കിനിയുന്ന രോഗങ്ങൾ, യേശുവിന്റെ നാമത്തില് ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, യേശുവിന്റെ തിരുരക്തത്താൽ ഈ നിമിഷം അലർജി രോഗങ്ങള് കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തില് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സൗഖ്യം നൽകുന്ന നന്ദി പറയുന്ന കർത്താവേ, സാക്ഷ്യം പറയുമാറ് ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ, അടയാളങ്ങൾ കൊണ്ട് സ്വീകരിക്കണമേ. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. കർത്താവേ, ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശി സൗഖ്യപ്പെടുത്തണമോ നന്ദി പറയുന്നു. ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുന്ന സമയമാണ്. വിവാഹ തടസ്സമുള്ളവരെ, മക്കൾ അന്യബന്ധത്തിൽ, നമ്മുടെ വിശ്വാസത്തിനും കുടുംബത്തിൻ്റെ ചൈതന്യത്തിനും നിരക്കാത്ത പ്രാക്കുപെട്ട ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടിപ്പോയവർ, അമ്മമാരുടെ വല്ലാത്ത വേദനകൾ നമ്മൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പൈസ കൈവിട്ടു പോയി, കുറേ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഏജൻസിക്ക് കൊടുത്തും ആ ജോലിക്ക് കയറാനും പറ്റിയില്ല, മറ്റു ജോലി എന്ത് ചെയ്യണമെന്ന് അറിയാനും പാടില്ല, ആകപ്പാടെ ഒരു ഇരുണ്ട അവസ്ഥ. വരുമാനം എന്ത് ചെയ്യും, വരുമാനം ഇല്ലാത്ത അവസ്ഥ. ഇനി കടം വാങ്ങിച്ചാലേ മുന്നോട്ട് പോകത്തുള്ളൂ, കടം മേടിച്ച് കൊടുത്താലും ഇനി വേറെ ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ സംശയിച്ചിട്ട് ഒരെത്തും പിടിയുമില്ലാതെ ആകപ്പാടെ ഇങ്ങനെ മനസ്സിടിഞ്ഞു പോയ അവസ്ഥ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്പർശിക്കണമേ. Lord Jesus, pour out your spirit. Amen. Touch with your fire finger. Amen. Soak with the precious blood. Amen. I command you, in the name of Jesus Christ, be healed. Thank you, Jesus. Praise you, Jesus. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. രേഖകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയിട്ടുണ്ട്, നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണില്ല, അതതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കുടുങ്ങിയിരിക്കുക. ചില സർട്ടിഫിക്കറ്റ് കൈമോശം വന്നിട്ടുണ്ട്, ചിലത് കാണാനില്ല, ചില പാസ്പോർട്ടുകൾ കാണാനില്ല, ചില വിസ കിട്ടണില്ല, PR, അതുപോലെ തന്നെ എംബസിയിലുണ്ടാകുന്ന ഇൻ്റർവ്യൂ ചിലപ്പോൾ അത് റിജക്റ്റായി പോണത്, ലാസ്റ്റ് ചാൻസിൽ നിൽക്കുന്നത്. ഇന്നും വരും നാളെ വരുമെന്ന് പറഞ്ഞ് ടിക്കറ്റോ വിസയോ പ്രതീക്ഷിച്ചിട്ട് വരാതെ ഇരുന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കുറ്റം പിടിയുമില്ലാത്ത അവസ്ഥകളെല്ലാം സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
So, Lord Jesus, pour out His Spirit. Amen. Touch with your fair finger. Amen. Soak with the precious blood. Amen. Lord, infuse His Spirit. Hallelujah. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭർത്താവിന് സ്നേഹമില്ല, ഭാര്യയ്ക്ക് സ്നേഹമില്ല, മടുത്ത ജീവിതം, ജീവിക്കാൻ വേണ്ട എന്നൊക്കെ തോന്നിയിട്ട് എന്നാത്തിനാ ജീവിക്കണത്, എന്നിട്ട് ജീവിതം കൊണ്ട് ഒരു സന്തോഷം തോന്നണില്ല, ആരെക്കൊണ്ട് ഒരു സ്നേഹവും ഇല്ല, അകപ്പാടെ ഇങ്ങനെ ഒരു മെസ്സായി കിടക്കണ അവസ്ഥ. ജീവിതം തന്നെ നമുക്ക് ബാധ്യതയെ മാറിയിട്ട് ആരുടെയും ഒരു ആശ്വാസവും നമുക്ക് ഏക്കണില്ലാത്തൊരവസ്ഥ. പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന്. കർത്താവായ ദൈവമേ, വിശുദ്ധ രക്തത്താൽ മരവിച്ചുപോയ എല്ലാ മനസ്സുകളെയും കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ സ്പർശിക്കണമേ. മരവിച്ചുപോയ എല്ലാ മനസ്സുകളെയും കർത്താവെ സ്പർശിക്കണമേ. ഒരു പിടിയുമില്ലാത്ത ഒരു നിമിഷം പോലും, ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത, എന്ത് ചെയ്യണമെന്നറിയാത്ത എല്ലാ ജീവിതങ്ങളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ പദ്ധതികളെയും യേശുനാമത്തിലെ സ്പർശിക്കപ്പെടട്ടെ. യേശുനാമത്തിലെ ബാധ്യതയ്ക്ക് ഒരു മാർഗമില്ലാത്തവരാണ്. 40 ലക്ഷം ഉണ്ട് കടം. പക്ഷേ എന്താണൊരു മാർഗം ചോദിച്ചാൽ അവർ കണ്ണു നിറഞ്ഞ് നിൽക്കണ കാണാം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് പറയും കർത്താവ് തന്നെ മാർഗമെന്ന് പറയും. എന്താ, കർത്താവ് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ അവർ സാക്ഷ്യം പറയാൻ തുടങ്ങുമ്പോഴാണ്, എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ എന്നെ വന്ന് കാണണം കേട്ടോ എന്ന് പറയും. എന്തിനാണ്? കാശിൻ്റെ കാര്യം പറയാനല്ല, നിങ്ങളെ എങ്ങനെയാണ് കർത്താവ് ഡെലിവർ ചെയ്തതെന്ന് അറിയാനും കർത്താവിൽ സന്തോഷിക്കാൻ വേണ്ടിയാണത് പറയണത്. അപ്പം എൻ്റെ മനസ്സ് പറയും അത് ശരിയാവും, കർത്താവ് അതെങ്ങനെയെങ്കിലും അത് ശരിയാക്കും. ഒരു മാർഗമില്ലെങ്കിലും കർത്താവ് തന്നെയാണ് മാർഗം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കടുത്ത സാമ്പത്തിക ബാധ്യതകളാൽ മനസ്സ് തകർന്നു പോയവരെ, അമ്മേ പരിശുദ്ധ അമ്മേ, ഇപ്പോൾ സ്പർശിക്കണമേ. ഖാനായിൽ കല്യാണവേദിയിലെ അപമാനകരമായ അവസ്ഥ വന്നപ്പോൾ ഇടപെട്ടതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അപമാനകരമായ അവസ്ഥയിലെ അമ്മേ ഉടമ്പടി പ്രകാരം ഇടപെടണമേ. യേശുവിനെ ഇടപെടുത്തണമേ. സ്തുതി. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും കർത്താവയുടെ മുന്നിൽ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാവശ്യങ്ങളുടെ മേലും ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചതിന് മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയണമേ. മൗനമായിട്ട് ഒരു അര മിനിറ്റ് തരും. മൗനമായി അച്ഛൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർപ്പിക്കാം. എന്തെങ്കിലും നിങ്ങളുടെ കാര്യം ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കാര്യം വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ വഴി ഈശോ ഈ അച്ഛൻ വിട്ടുപോയി ഈ കാര്യം പരിശുദ്ധ അമ്മ വഴി ഈശോനെ, ദിവ്യകാരുണ്യ ഈശോനെ ഏൽപ്പിക്കണമെന്ന് പറയുക. അതിന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്നും പറയുക. ഡേറ്റുകൾ ഓർക്കേണ്ടതാണ് ഈ സമയത്ത്. മനസ്സമ്മത ഡേറ്റ്, വിവാഹ ഡേറ്റ് അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് പ്രാർത്ഥിക്കാം. ആ ഡേറ്റിലേക്ക് കർത്താവിൻ്റെ കൃപ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇൻ്റർവ്യൂ ഡേറ്റ്, യാത്രയുടെ ഡേറ്റുകൾ, ജോലി സംബന്ധമാകാം, അല്ലാതെ ജോലി അന്വേഷിച്ചുള്ളതാകാം, ആ യാത്രാ ഡേറ്റുകൾ, പരീക്ഷാ ഡേറ്റുകൾ, തീയതി ഒരു കൃപാസനത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ് തീയതി. സമയഘടികാരവുമായി നെഞ്ചിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിൻ്റെ അമ്മയാണ്. അപ്പം സമയം അമ്മയുടെ അധികാരത്തിലുള്ളതാണ്. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം നീ ഓർത്തിട്ട് അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക.
ചിലപ്പോൾ നിൻ്റെ വസ്തു ലേലത്തിലായിരിക്കുന്ന സമയമായിരിക്കും, ദിവസം ഡേറ്റ് ആകാം. ബാങ്കുകാർ വന്ന് പറയും ഇത്രാം തീയതി ലേലമാണെന്ന് പറയും, ഇത്രാം തീയതി ജപ്തിയാണെന്ന് പറയും. ആ തീയതി അമ്മയ്ക്ക് ഏൽപ്പിക്കുക. കൈ കുപ്പി പ്രാർത്ഥിക്കും മക്കളെ, അമ്മ ഇത് ഇടപെടും. ഇത് അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണമെന്ന് ഓർക്കണം. നേർച്ച വസ്തു എടുക്കുക, എല്ലാം നേർച്ച വസ്തു എടുക്കണേ. കൃപാസനത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നേർച്ച വസ്തുക്കളുടെ പ്രാർത്ഥന. ഉപ്പ്, തേന്, തിരി, കാശ്രൂപം. ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം എന്താ? പത്രമാണ്. അതിൻ്റെ അപ്പുറത്തൊരു പ്രേക്ഷിത പ്രവർത്തനം നമുക്കില്ല. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോണതും പത്രപ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്. കാര്യം എന്താണ്? ഈശോനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി വാങ്ങിച്ച് വിതരണം ചെയ്യുന്ന പത്രത്തിൻ്റെ എണ്ണം ഞങ്ങൾ കുറച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയാണത്. പക്ഷേ എൻ്റെ മക്കളൊരു പരിണി ചെയ്യണം. പത്രം നാളെയാണ് പ്രേക്ഷിത പ്രവർത്തനമെങ്കിൽ ഇന്ന് രാത്രി ഇരുന്ന് പത്രം വെച്ച് കൊന്തേലണം. വെറുതെ പത്രം മേടിച്ച് വിതരണം ചെയ്യണത് നോട്ടീസ് വിതരണം ചിലപ്പോൾ ഇരിക്കും. അതല്ല, കർത്താവേ, ഈ പത്രം കാണുന്നവനും വായിക്കുന്നവനും നിന്നെ അറിയാൻ, അറിഞ്ഞ് ആശ്വാസം പ്രാപിക്കാൻ, സൗഖ്യം പ്രാപിക്കാൻ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അതാണ് മെയിൻ സംഭവം. അപ്പോൾ കർത്താവിന് മനസ്സിലാകും നീ ആത്മാക്കളെക്കുറിച്ചും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഈ ഭൂമിയിൽ വീണ് പോയതിനെക്കുറിച്ചുള്ള വേവലാതിയുള്ള ആളാണ്. യേശുവിൻ്റെ മനസ്സണപ്പിക്കാൻ വേണ്ടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. നിങ്ങൾക്ക് ഇത് ഒരു പക്ഷേ എനിക്ക് തോന്നിയിരിക്കണത്, ഈ കൃപാസനം പത്രം വാങ്ങിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അത്രയും ശക്തമായ പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും മനുഷ്യരാണ് കർത്താവിനെ അറിയാൻ വേണ്ടി കൊതിച്ച് തന്നെ ഇവിടെ വരണത്. ഞാൻ ഈ കർത്താവിൻ്റെ വേല തുടങ്ങിയിട്ട് 32 കൊല്ലമായി. ഈ ഒരു 3 കൊല്ലത്തിനുള്ളിലാണ് ഇത്രയും ദൈവ സ്നേഹത്തിൽ ജനങ്ങൾ ദൈവത്തെ അനുഭവിക്കണം ഞാൻ കാണുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഈ പത്രമാണ്. പത്രം വഴി നമുക്കൊരു ആക്ഷേപം കേൾക്കുന്നുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കണമല്ലത്, അത് ജനങ്ങളുണ്ടാക്കണ അവരുടെ അറിവ് കൊണ്ടോ അനുഭവക്കുറവ് കൊണ്ടോ ബോധ്യക്കുറവ് കൊണ്ടോ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ പത്രം തന്നിരിക്കണത് എന്തിനാ? കർത്താവിനെ അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. കർത്താവ് ദൈവമേ, പ്രേക്ഷിത പത്രങ്ങളെ യേശുവിനെ അറിയാനും അറിയിക്കാനും എന്നെ ഉപകരണമാക്കിയതിന്, രക്ഷയുടെ ഉപകരണമാക്കിയതിന് നന്ദി പറയുന്നു. ഞാൻ പത്രം കൊടുക്കുന്ന, പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികളും ഈശോനെ അറിഞ്ഞ് ആത്മരക്ഷ പ്രാപിക്കുവാൻ സഹായിക്കണമേ. ഈ പത്രം കൊടുക്കുന്ന പോലെ തന്നെ ഒരു പരിപാടിയാണ് യൂട്യൂബിലെ ഷെയറിങ്. നിങ്ങൾ പലരും ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഒരു മണ്ടന്മാരാ. ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതായത് ഇവിടുന്നൊരു സാക്ഷ്യം ഇട്ട് തന്നാൽ അപ്പത്തന്നെ അത് ഷെയർ ചെയ്യണം. നിങ്ങൾ കാണുക മാത്രമല്ല ചെയ്യേണ്ടത്. കാര്യം നിങ്ങളുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു 10,000 ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരാ സെക്കൻഡിനുള്ളിൽ അവരുടെ ഉള്ളിലേക്ക് കർത്താവ് ചെല്ലുകയാണ്. പക്ഷെ അതും ചെയ്യുമ്പോൾ ആ ഷെയർ ബട്ടണെ പിടിച്ച് നിൽക്കണ മുമ്പ് ഒരു സ്വർഗ്ഗസ്ഥനായി ചെല്ലണം. കാര്യം ഈശോയ്ക്ക് അറിയണ്ടേ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന്. ആ ഷെയർ ബട്ടൺ വെറുതെ അത് കണ്ടില്ല, അത് കൊള്ളാമില്ലാതെ ഇടുകയല്ല. ഷെയർ ബട്ടണെ പിടിച്ച് നിൽക്കുമ്പോൾ കർത്താവ് ഈ സാക്ഷ്യം കാണുന്ന, ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരും യേശുവിനെ അറിയുവാൻ എന്നെ ഉപകരണമാക്കണമേ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന സാക്ഷ്യങ്ങൾ, സുവിശേഷ സന്ദേശങ്ങൾ ഞാൻ പങ്കുവെക്കുന്ന എല്ലാവർക്കും